ജോൺസണോ? ആ ജോൺസണിന്റെ ബുക്ക് അവഗണിക്കാനാവാത്ത സത്യത്തില് ഉവ്വ. കർമ്മഫലത്തിനെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. ഉവ്വ. ആ അത്തരത്തിലൊരു വേറൊരു സാഹചര്യമാണ് അസൂയ, മനുഷ്യന്റെ ഒരു ഉവ്വ. വികാരം. ആ അപ്പൊ ഒരു മനുഷ്യന് അസൂയ, വിദ്വേഷമൊക്കെ വരുമ്പോ അതെങ്ങനെയൊക്കെ മറ്റുള്ളവരെ ബാധിക്കുക, അല്ലെങ്കിൽ അയാളെ സ്വയം ബാധിക്കുക? എത്തരത്തിലാണത്? അത് നമ്മള് ഈ അസൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹം പോലെയുള്ള ഒരു വികാരമാണത് അസൂയ. കാരണം സ്നേഹം വരുമ്പോൾ നമ്മളൊരാളെ നന്മ ആഗ്രഹിക്കുന്നു. അസൂയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആളെ, അല്ലെങ്കിൽ അയാൾക്ക് അസൂയ തോന്നുന്ന വ്യക്തിയോട് അവരെ നാശം അവർ ആഗ്രഹിച്ചു പോകുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തയാണ്. ഈ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ. അപ്പോൾ അസൂയുള്ള വ്യക്തി എന്താ ചെയ്യുക കഴിഞ്ഞാൽ സദാസമയം ആ വ്യക്തി വിജയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആ ചിന്ത അത് മുഴുവൻ എതിരാളിയുടെ നാശത്തിന് വേണ്ടി അതിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടേണ്ട വിജയം നഷ്ടപ്പെടുകയും അയാളുടെ എല്ലാ ശക്തി എതിരാളിക്കെതിരെ തിരികുകയും ചെയ്യുമ്പോൾ ഈ വ്യക്തിക്കൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല. എന്നാൽ എതിരാളിനെ സംബന്ധിച്ചോളം എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ഇതുകൊണ്ട് ഈ അസൂയുള്ള ആൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് സത്യം. സത്യത്തില് ഈ അസൂയക്കാരെ നമ്മൾ നേരിടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കഴിഞ്ഞാൽ, കാരണം അസൂയുള്ള ആളുകളാണെന്ന് കണ്ടാൽ നമ്മളെ മനസ്സ് ഒരിക്കലും അവർക്ക് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കരുതെന്ന്. അവർ എത്ര അസൂയുള്ള ഒരാളാണെങ്കിൽ, അവർ എത്ര സ്നേഹത്തിൽ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ, എങ്ങനെയൊക്കെ പെരുമാറുകയാണെങ്കിൽ, അസൂയക്കാരെ പെരുമാറ്റത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് അറിയാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പം അവരോട് നമ്മുടെ മനസ്സിൻ്റെ ശക്തി അവർക്ക് കൊടുക്കരുത്. അവർ ഈ അസൂയുള്ള പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ അവർക്ക് അറിവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അസൂയുള്ള ഒരാൾ അവരെ സ്വന്തം ഒരാളാണെന്നൊരു ഫീല് വരികയാണെങ്കിൽ അസൂയ ഇല്ലാതായി മാറും. ആ ഫീൽ ഇല്ലാത്തടത്തോളം കാലം നമ്മളോട് അസൂയ ഉണ്ടായിക്കൂടി. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് അവരൊപ്പമുണ്ട് എന്നൊരു തോന്നൽ വരുത്തി നമ്മൾ അവരുടെ ആളാണ് എന്നൊരു ധാരണ. പക്ഷെ ഒരിക്കലും നമ്മുടെ മനസ്സുകൊണ്ട് അവരൊപ്പം നിൽക്കരുത്. എന്നാൽ നമ്മൾ അവരുടെ ആളാണ് എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലേക്ക് വരുത്തുക. നമ്മുടെ ശക്തി ഒരിക്കലും അവർക്ക് എതിരെ പോവാതിരിക്കുക, നമ്മുടെ മനസ്സ് അവർക്ക് എതിരെ പോവാതിരിക്കുക. അവർക്ക് അറിവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അവർക്ക് അറിവില്ലായ്മ, അപകർഷബോധം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അസൂയ വരുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടെങ്കിൽ ആ നേട്ടം അവർക്ക് ഇല്ലാത്തതുകൊണ്ട്, ആ നേട്ടം ഇല്ലാത്തൊരു നേട്ടം അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റീസ് നമുക്കുണ്ടായിരിക്കുന്നു. ആ ക്വാളിറ്റീസ് അവർക്ക് ഇല്ലാത്തതുകൊണ്ട്, അവർക്കത് കിട്ടാത്തതുകൊണ്ട്, അങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ സന്തോഷമായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ആയിരിക്കും, ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾക്കുള്ള ആ ഒരു ക്വാളിറ്റി അവർക്ക് ഇല്ല എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരവസ്ഥ. അപ്പോൾ അവർ മനസ്സുകൊണ്ട് അവർക്ക് നമ്മളൊപ്പം എത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് താനും. എന്നാൽ അവർക്ക് നമ്മുടെ വിജയത്തെ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റീനെ അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല എന്ന് മനസ്സിലായി. ഈ അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ സമയം. അപ്പം നമ്മളെപ്പോഴും അവരെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നതായി ആ തരത്തിന് നമ്മളവിടെ പെരുമാറാം. കാരണം ശത്രുവിനെ അടുത്ത് നമ്മൾ എന്താ പറയുക, സ്നേഹത്തിൽ കൂടി മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് സ്നേഹിച്ചില്ലെങ്കിലും നന്നായിട്ട് അഭിനയിച്ചു കൊടുക്കണം അവരോട്. അങ്ങനെ നമ്മൾ പെരുമാറിപ്പോയാലാണ് ഈ അസൂയക്കാരുടെ മനസ്സിനെ നമുക്ക് എതിര് വരുന്നത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അവർക്ക് അറിവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സൊരിക്കലും അവർക്ക് മനസ്സുകൊണ്ട് പുറമേക്ക് നമ്മൾ പിന്തുണ, മനസ്സുകൊണ്ട് അവർക്ക് ശക്തി കൊടുക്കരുത്, പിന്തുണ കൊടുക്കരുത്. ഇതാണ് അസൂയക്കാരുടെ അടുത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യം. കാരണം നമ്മൾ ഈ സ്വന്തം ചിലപ്പോൾ നമ്മുടെ സഹോദരനായിരിക്കും, ചിലപ്പോൾ ഭാര്യയായിരിക്കും, ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും, ചിലപ്പോൾ അമ്മായിമ്മയായിരിക്കും, ചിലപ്പോൾ മരുമകളായിരിക്കും, ചിലപ്പോൾ നാത്തൂനായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അയൽപ്പക്കക്കാരായിരിക്കും. പിന്നെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നോക്കി അറിയാവുന്ന നേതാക്കന്മാർക്ക് പരസ്പരം അസൂയ. അപ്പോൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വായിച്ചതാണ് ഈ അസൂയക്കാർ എപ്പോഴും മറ്റൊരാളുടെ നന്മ അല്ലെങ്കിൽ ശക്തി, അവരുടെ സൗഭാഗ്യം അത് കെടുത്തുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ വളരെ ജാഗ്രതയോടും കണ്ണിങ്ങിലും മുന്നോട്ട് പോകാം. എപ്പോഴും മുന്നിലിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ എന്താ പറയുക, ജാഗ്രതയോടെ കണ്ണിങ്, നമ്മുടെ ചാണക്യനൊക്കെ പറയുന്നില്ലേ, ചാണക്യ ബുദ്ധി എന്ന തരത്തിൽ അവരുടെ അടുത്ത് പെരുമാറി പോകണം. നമ്മൾ തിരിച്ച് അവരോട് എതിർപ്പിൽ അല്ലെങ്കിൽ വൈരാഗ്യത്തിൽ, വെറുപ്പിൽ പെരുമാറി പോവുകയാണെങ്കിൽ അസൂയക്കാരൻ്റെ അസൂയ വർദ്ധിക്കുള്ളൂ.
അതുകൊണ്ട് വളരെ തന്ത്രമന്ത്രത്തിൽ കൂടി ഇടപെട്ട് പോകണം. ഇതല്ലാതെ ഇതിൻ്റെ പിന്നീട് വേറെ വഴിയില്ല. പിന്നെ അവർക്ക് അറിവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം അവരുടെ മനസ്സിൽ ചേഞ്ച് വരാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അസൂയക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളോട് വൈരാഗ്യം വെറുപ്പുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണം? അവർക്ക് ശക്തി വരാനല്ല, അവർക്ക് അറിവ് വരാൻ. അവർക്ക് അറിവ് വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇതല്ലാതെ വേറൊരു വഴിയില്ല. ഇനി എന്തെങ്കിലും സംശയമാണെങ്കിൽ ചോദിച്ചോ.